ഏകദൈവത്തിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് യേശുവിൻ്റെ ഒരു മൊഴിയെ ആസ്പദമാക്കിയുള്ള ഒരു ചെറിയ ചിന്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വചനം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇപ്രകാരമാണ്: എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എൻ്റേതല്ല, ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. എൻ്റെ ഇടത്തും വലത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എൻ്റേതല്ല, ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും. ഈ ഒരു വചനത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യേശു തൻ്റെ കഷ്ടാനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നമ്മൾ യെരുശലേമിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ വെച്ച് മനുഷ്യപുത്രൻ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും കയ്യാൽ ജാതികളുടെ കയ്യിൽ അകപ്പെടുകയും അവരവനെ അധികം പീഡയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും മരിക്കുകയും 3 ദിവസം കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന്. അപ്പോൾ ഇതിന് ശേഷം, ഈ പറഞ്ഞതിന് ശേഷം സെബദി പുത്രന്മാരായ സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും യേശുവിനോട് പറയുകയാണ്, യേശുവെ, ഞങ്ങൾക്ക് ഒരാഗ്രഹമുണ്ട്, അത് നീ സാധിപ്പിച്ചു തരണം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, നിൻ്റെ മഹത്വത്തിൽ നിൻ്റെ ഇടത്ത് ഒരുത്തനും നിൻ്റെ വലത്ത് മറ്റൊരുത്തനുമായിട്ട് ഞങ്ങൾ നിൽക്കാനുള്ള ആ ഒരു വരം നീ ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് യേശു പറയുകയാണ്, നിങ്ങൾ എന്ത് ചോദിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇതിന് ശേഷം യേശു അവരോട് പറയുകയാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുമോ? ഞാൻ ഏറ്റ സ്നാനം നിങ്ങൾ ഏൽക്കുമോ? അപ്പോൾ അവർ അതിനുത്തരമായിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് കഴിയും, ഈ 2 കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാം. അപ്പം അതിനുശേഷം യേശു അവരോട് പറയുകയാണ്, ഞാൻ കുടിച്ച പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏറ്റ സ്നാനം നിങ്ങൾ ഏൽക്കുകയും ചെയ്യും. പക്ഷേ പിന്നീട് പറയുന്നത് വളരെയധികം ഗൗരവമേറിയ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ എൻ്റെ ഇടത്തു ഭാഗത്തും വലത്തു ഭാഗത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എൻ്റേതല്ല, അത് ആർക്ക് വേണ്ടി കരുതിയിരിക്കുന്നുവോ ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് ലഭിക്കും. വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ് യേശു പറയുന്നത്. അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ പാനപാത്രം കുടിക്കുമോ, ഞാൻ ഏറ്റ സ്നാനം ഏൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ വളരെ ഈസി ആയിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ചെയ്യും, ഞങ്ങൾക്കത് കഴിയും. പക്ഷേ എന്നിട്ടും യേശുവോട് പറയുന്നത്, അങ്ങനെ ഒരു വരം നൽകുന്നത് എൻ്റേതല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഉത്തരം യേശു പറയുന്നത്? അവർ ചോദിക്കുന്നതിന് കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം അല്ല യേശു പറയുന്നത് എന്ന് നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഇത് പിതാവാണ് ഇത് നിവർത്തിച്ചു കൊടുക്കുന്നത് എന്നതാണ് നമുക്ക് പിതാവും പരിശുദ്ധാത്മാവും പുത്രനും എന്നുള്ള ആ ഒരു വ്യത്യസ്തമായ 3 കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്നത് ദൈവ രാജ്യത്തിൻ്റെ ഒരു വലിയ നിയമം തന്നെയാണ്. യേശുവിൻ്റെ 2-ാമത്തെ വരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വലിയ സത്യം തന്നെയാണ് യേശു ഇവിടെ വിവരിച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്കെല്ലാവർക്കും തോന്നും, അപ്പോൾ എന്ത് ചെയ്യുമ്പോഴാണ്, ആർക്ക് വേണ്ടിയാണ് ഇത് ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്? ആർക്ക് വേണ്ടിയാണ് ഇത് ഒരുക്കപ്പെട്ടിരിക്കുന്നത്? യേശുവിൻ്റെ ഇടത്തും വലത്തുമായിട്ട് നിൽപ്പാൻ, അല്ലെങ്കിൽ തൻ്റെ 2-ാമത്തെ വരവെങ്കിൽ അവൻ തൻ്റെ മഹിമയെ നമ്മളെയൊക്കെ ചേർത്ത് കൊള്ളാൻ നമ്മൾക്ക് എല്ലാവർക്കും വളരെയധികം ആഗ്രഹം ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ആ ഒരു ഒരുക്കം നമ്മളുടെ ജീവിതത്തിൽ വരേണ്ടത് എന്നുള്ളതും യേശു ഇതേ വാക്യങ്ങളിൽ കാണിച്ചു തരുന്നുണ്ട്. ഇവരോട് ഉത്തരം പറയുമ്പോൾ യേശു ആദ്യം ചോദിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുമോ, നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ? ഞാൻ ഏറ്റ സ്നാനം നിങ്ങൾക്ക് ഏൽക്കുവാൻ കഴിയുമോ? വളരെ ഈസി ആയിട്ട് അവർ ഉത്തരം പറയുന്നുണ്ട്, കഴിയും എന്നുള്ളത്. എന്നാൽ ഇതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായും ആഴത്തിൽ ചിന്തിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാൻ കഴിയുമോ? പലരും യേശു കുടിച്ച പാനപാത്രം അല്ലെങ്കിൽ യേശു ചുമന്ന കുരിശ് എന്നൊക്കെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഓടിയെത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങളാണ്, അല്ലെങ്കിൽ കഷ്ടപ്പാടുകളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ യേശു ഉദ്ദേശിച്ച ഈ ഒരു പാനപാത്രം അല്ലെങ്കിൽ ആ ഒരു കുരിശ് എന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരുന്ന രോഗം മൂലമുള്ള, അല്ലെങ്കിൽ കടഭാരം മൂലമുള്ള, ജീവിതഭാരം മൂലമുള്ള കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ പരാജയങ്ങളോ സങ്കടങ്ങളോ നിരാശകളോ എന്ന തരത്തിലുള്ള സഹനമല്ല. ഇത് യഥാർത്ഥത്തിൽ
യേശു മറ്റൊരു കാര്യത്തെ ആസ്പദമാക്കിയാണ് പറയുന്നത്. യേശു പറയുന്ന ഈ ഒരു പാനപാത്രം എന്നുള്ളത് ഒരാളുടെ മാറ്റം ആള് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിലുള്ള രൂപീകരണത്തെയാണ് യേശു പറയുന്നത്. നമ്മൾ വചനത്തിൽ വായിച്ച് കാണുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് മാഞ്ഞുപോയി, പഴയത് ഇനിയില്ല, പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ യേശു ഉദ്ദേശിച്ച ഈ പാനപാത്രം ഈ ഒരു രൂപാന്തരത്തെക്കുറിച്ചുള്ള പാനപാത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലർക്കും ഡൗട്ട് തോന്നും അതെങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനെക്കാട്ടിലും വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നതിനെക്കാട്ടിലും വലിയൊരു സഹനവും വലിയൊരു ത്യാഗവും ഇല്ല. കാരണം ഒരാളുടെ ജീവിതത്തിൽ ആൾക്ക് മാറാതിരിക്കാൻ പല കാരണങ്ങളുമുണ്ട്. മാറാതിരിക്കാനാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ടെൻഡൻസി. എന്നാൽ ദൈവം യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, യേശുവിനെ നമ്മൾ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് കഴിഞ്ഞാൽ അവൻ പലതരത്തിലും നമ്മളെ മാറ്റാൻ തോന്നും. അപ്പോൾ ഈ ഒരു മാറ്റമൊക്കെ റെസിസ്റ്റ് ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ പല കാരണങ്ങളും നമ്മൾക്കുണ്ടാകാം, നമുക്ക് തന്നെ തോന്നാം. പക്ഷെ ഇതിനെയൊക്കെ മറികടന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മൾ ആ ഒരു സഹനത്തിലാണ് നമ്മൾ യേശുവിൻ്റെ കൂടെ ആ ഒരു ക്രൂശ് ചുമക്കുന്നത് എന്നുള്ളത്. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറഞ്ഞാൽ, പഴയ സ്വഭാവങ്ങളെയും പഴയ കാഴ്ചപ്പാടുകളെയും പഴയ ചിന്തകളെയും പഴയ നിലപാടുകളെയും ഒക്കെ മാറ്റുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഒരാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് വളരെ കഷ്ടം പിടിച്ച സഹനത്തിൽ കൂടി, ത്യാഗത്തിൽ കൂടി, അല്ലെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ള ഒരു കാര്യം തന്നെയാണ്. വളരെയധികം പ്രയാസം തന്നെയാണ് ജീവിതത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളത്. ഇത് പുറമേയുള്ള മാറ്റമൊന്നുമല്ല. യേശു ദൈവം നമ്മുടെ ഹൃദയം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ മാറ്റം വരുത്തിയോ എന്നറിയുന്നത് എന്ന് ദൈവത്തിന് എന്താണെങ്കിലും മനസ്സിലാകും. അപ്പോൾ ആ ഒരു മാറ്റം നമ്മൾ വരുത്തുവാൻ വളരെയധികം കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു തലത്തിലുള്ള സഹനം തന്നെയാണിത്. ഒരു കർണത്ത് അടി കൊണ്ടാൽ മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കാൻ അതൊരു വലിയ ത്യാഗമാണ്. അതൊരു വലിയ പാനപാത്രം തന്നെയാണ്. ലോകം മുഴുവൻ നമ്മുടെ കുറ്റം പറഞ്ഞു വരുത്തി നമ്മളെ താറടിച്ച് കാണിച്ചവരോട് ക്ഷമിക്കുവാൻ, അത് മറക്കുവാൻ അതൊരു പാനപാത്രം തന്നെയാണ്. അതൊരു വലിയ ത്യാഗമാണ്, സഹനം തന്നെയാണ്. എങ്ങനെയും കാശുണ്ടാക്കണം എന്നുള്ള ആ ഒരു വളരെയധികം ബന്ധപ്പെട്ട് കഴിയുന്ന ഒരാൾക്ക് ഉള്ളത് കൊണ്ട് തൃപ്തി വരണം എന്ന് തോന്നുന്നതും, മറ്റുള്ളവരെ സഹായിക്കാനും തൻ്റേതൊക്കെ ദരിദ്രർക്ക് എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു തോന്നൽ വരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാതെ മാറ്റം വരുത്തുക എന്നുള്ളതും ഒരു സഹനം തന്നെയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിതത്തിൽ ഓടുമ്പോൾ കരുണ കാണിക്കുവാൻ, സ്നേഹം കാണിക്കുവാൻ നമ്മൾക്ക് തോന്നുക എന്നുള്ളത് അതും ഒരു പാനപാത്രം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കഷ്ടത തന്നെയാണ്. ഈ ഒരു കഷ്ടത നമ്മൾ ലോകത്തിൽ കൂടി നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു കഷ്ടതയൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ കുറച്ച് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ഒരു ത്യാഗം. നമ്മൾ ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി മറിച്ച്, നമ്മളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ മാറ്റി ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും നമ്മൾ മുൻഗണന കൊടുക്കുമ്പോൾ ഇത് തന്നെയാണ് യേശു ഉദ്ദേശിച്ച ത്യാഗം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും വേദനകളും രോഗങ്ങളും ഒന്നും യേശു ഉദ്ദേശിച്ച പോലത്തെ കുരിശല്ല, പാനപാത്രവുമല്ല. ഇതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത്, എന്നെ അനുഗമിക്കുന്നവൻ ഓരോരുത്തരും അവനവൻ്റെ ക്രൂശ് എടുക്കണം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ അവർ മാറേണ്ടത് മറ്റൊരാൾ മാറുന്ന തലത്തിലായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ യേശു നമ്മളിൽ ചെയ്ത് കാണുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ യേശു ഉദ്ദേശിച്ച ഈ ഒരു പാനപാത്രം നീ കുടിക്കുവാൻ നിനക്ക് തയ്യാറാണോ എന്ന് പറഞ്ഞത്, നമ്മളുടെ ജീവിതം യേശുവിനെ അനുഗമിച്ച് അവനോട് കൂടെ ചേർന്ന് നടന്ന് നമ്മളൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റം വരുത്തുവാൻ നമ്മൾക്ക് തയ്യാറാണോ എന്നതാണ്. സബദി പുത്രന്മാരെ പോലെ നമ്മൾക്കും കഴിയണം എന്ന് പറയുന്നത് മാത്രമല്ല, കഴിയാവുന്നിടത്തോളം മാറുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടത് തന്നെയാണ്. നമ്മളെ നീതി മാർഗങ്ങളിൽ ദൈവം ഇങ്ങനെയാണ് നടത്തുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഈ ഒരു ചോദ്യം വളരെ ആഴമേറിയ ഒരു ചോദ്യം തന്നെയാണ്. ഞാൻ കുടിച്ച പാനപാത്രം കുടിക്കുവാൻ, ഞാൻ ഏറ്റ പോലത്തെ കഷ്ടത, സഹനം, ത്യാഗം ഏൽക്കുവാൻ നീ തയ്യാറാണ്. രണ്ടാമതായിട്ടും ഇതുപോലെ തന്നെ വലിയ ആശയം ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ് യേശു പറയുന്നത്. ഞാൻ ഏറ്റ സ്നാനം
നീ ഏൽക്കുവാൻ തയ്യാറാണോ? ഈ സ്നാനം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് നമ്മുടെയൊക്കെ സഭകളിൽ കൂടി നമ്മൾ ഏറ്റ സ്നാനത്തെയാണ്. ചിലരൊക്കെ ചെറിയ പ്രായത്തിൽ സ്നാനമേൽക്കുന്നു, ചിലർ വലിയ പ്രായത്തിൽ സ്നാനമേൽക്കുന്നു. എന്നാൽ യേശു ഉദ്ദേശിച്ച ഈ ഒരു സ്നാനം മതപരമായ ആ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ആ ഒരു അടയാളം അല്ല. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം ചെയ്യിപ്പിച്ചു. യേശു ചെയ്യിപ്പിച്ച സ്നാനം എന്ന് പറയുന്നത്, യേശു ഏറ്റ സ്നാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനമാണ്. ഈ ഒരു സ്നാനം മതപരമായ ചടങ്ങ് എന്നതിനെക്കാട്ടിലൊക്കെ അപ്പുറമായിട്ട് നമ്മുടെ ജീവിത വീഥികളിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് കൂടിയാണോ ചേർന്ന് സഹവാസം നടത്തി ജീവിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ ഏറെക്കുറെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കാണിക്കുവാൻ നമ്മൾ തയ്യാറാണോ എന്നതാണ്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മാറുവാനുള്ള മനസ്സുണ്ടോ, പുതിയൊരു സൃഷ്ടിയാകാനുള്ള മനസ്സുണ്ടോ എന്നതാണ് യേശു ചോദിക്കുന്നത്. ഈ ഒരു രണ്ട് കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം, ഇത് ചെയ്യുവാൻ കഴിയും എന്ന് പറഞ്ഞതിന് ശേഷവും യേശു പറയുന്നത്, എന്തൊക്കെ ചെയ്താലും, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താലും, നിങ്ങളൊരു പുതിയ സൃഷ്ടി ആയാലും എൻ്റെ ഇടത്തും വലത്തും നിൽക്കുവാനുള്ള വരം നൽകുന്നത് എൻ്റേതല്ല എന്ന് പറഞ്ഞാൽ, യേശുവിന് ഇതിനൊന്നും കൈയില്ലെന്നോ കാര്യമില്ലെന്നോ ഒന്നുമല്ല യേശു പറയുന്നത്. അത് ആർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് അത് ലഭിക്കും. ഇവിടെ വരുന്നത് പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയെക്കുറിച്ചാണ് യേശു പറയുന്നത്. പുതിയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ലാത്തത് തന്നെയാണ് സ്വർഗരാജ്യത്തിൻ്റെ അവകാശം എന്നതാണ് യേശു പറയുന്നത്. അല്ലായിരുന്നെങ്കിൽ യേശു പറഞ്ഞതിനുമായിരുന്നു, ശരി, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇടത്തും വലത്തും നിങ്ങൾക്ക് നിൽക്കുവാൻ സാധിക്കും എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രവർത്തികളാൽ നിങ്ങൾ എത്രമാത്രം നീതീകരിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയാലും അവിടെയും 90% അല്ലെങ്കിൽ ഇത്ര മാത്രമേ നമ്മൾക്ക് സ്വന്തം പ്രവർത്തികളാൽ ന്യായപ്രമാണം പ്രമാണിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളൊക്കെ പുറപ്പെടുവിച്ചും ഒക്കെ നമ്മൾ എത്രമാത്രം ബന്ധപ്പെട്ടാലും പൂർണ്ണമായിട്ടും കൂട്ടി കിഴിച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാവരും നീതിയിൽ കുറവുള്ളവരായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കും. അപ്പോൾ ഇവിടെയാണ് ദൈവം പറയുന്നത്, യേശു പറയുന്നത്, ആർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്ക് അത് ലഭിക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്രമാത്രം നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നീതി കാണിച്ചാലും അവസാനം ഈ ഒരു ദൈവത്തിൻ്റെ തൻ്റെ രണ്ടാമത്തെ വരവിൽ ആ മഹത്വത്തിൽ നമ്മളെയും ചേർക്കണമെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്താലുള്ള നീതി നേടണം എന്നത്. ഇതുകൊണ്ടാണ് യേശു പറയുന്നത്, എത്ര പരിശ്രമിച്ചാലും നിങ്ങൾക്ക് വെറുതെ അത് ലഭിക്കുകയില്ല. എത്ര കണ്ട് അപേക്ഷിച്ചാലും, എത്രമാത്രം ന്യായപ്രമാണം പ്രമാണിച്ചാലും ഇത് തന്നിലുള്ള വിശ്വാസത്താലല്ലാതെ ഇത് ലഭിക്കുകയില്ല. യേശുവിൽ വിശ്വാസം വെച്ച് ആ ഒരു വിശ്വാസപൂർണമായൊരു ജീവിതം നമ്മൾ കാഴ്ച വെക്കുമ്പോൾ അവൻ്റെ മഹാകരുണയിൽ, അവൻ്റെ മഹാകൃപ കൊണ്ട് നമ്മൾക്ക് അവൻ തൻ്റെ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ നമ്മൾക്കും ഒരു സ്ഥാനം നൽകും. അല്ലാതെ നമ്മുടെ അപേക്ഷ ദൈവത്തിൻ്റെ ഫേവർ കൊണ്ടോ ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട് എന്നതുകൊണ്ടോ മതപ്രകാരമുള്ള പ്രകടനങ്ങളൊക്കെ നമ്മൾ എത്രമാത്രം കാഴ്ച വെച്ചാലോ ഒന്നും നമ്മൾക്ക് നിത്യത അവകാശമാക്കുകയില്ല എന്നുള്ള പുതിയ നിയമത്തിൻ്റെ നിയമം തന്നെയാണ് ഈ ഒരു വാക്യത്തിൽ യേശു വ്യക്തമാക്കുന്നത്. എൻ്റെ ഇടത്തും വലത്തും നിൽപ്പാൻ വരം നൽകുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടപ്രകാരം വെറുതെ എനിക്ക് അങ്ങനെ ചെയ്ത് തരത്തില്ല. കാരണം ഞാൻ ക്രൂശിലേറാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ ഞാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്, നിങ്ങൾ ഏൽക്കുവാനുള്ള നിത്യതയിൽ നിന്നുള്ള മരണത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളെ രക്ഷിച്ചത് എന്നുള്ളത് പൂർണ്ണമായ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ആ വിശ്വാസം കൊണ്ട് നിങ്ങൾ ആ നീതി നേടിയെടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സ്ഥാനം ലഭിക്കും. ഒരുങ്ങിയിരിക്കുന്നവർക്കെല്ലാം തൻ്റെ മഹത്വത്തിൽ അവൻ ആ ഒരു സ്ഥാനം നൽകിയിരിക്കും. അപ്പോൾ നിത്യതയിലേക്കുള്ള ആ ഒരു സ്ഥാനം, നിത്യതയിലേക്കുള്ള ആ ഒരു അവകാശം നമ്മൾക്ക് ആർക്കും അപേക്ഷിച്ചത് കൊണ്ടോ അപേക്ഷയുടെ എണ്ണം കൂട്ടിയത് കൊണ്ടോ യേശുവുമായിട്ടുള്ള ബന്ധം ഉള്ളതുകൊണ്ടോ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത് ഇതേ സ്ക്രിപ്ചർ നമ്മൾ കാണുന്നത് സെബദി പുത്രന്മാരുടെ അമ്മയാണ് വന്ന് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാളും മറ്റൊരാൾക്ക് വേണ്ടി അപേക്ഷിച്ചാൽ കിട്ടാവുന്നതല്ല നിത്യത എന്ന ആ ഒരു അവകാശം. ഒരാളും മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കരുതേ എന്ന് പറഞ്ഞാലും ദൈവം ആരെയും തള്ളിക്കളയുന്നതുമില്ല.
അത് ഒരുക്കി വെച്ചിരിക്കുന്നവർക്ക്, ഒരുങ്ങിയിരിക്കുന്നവർക്ക് ലഭിക്കും നിശ്ചയം. അപ്പോൾ ഇത് ഒരുങ്ങിയിരിക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണ് അവൻ്റെ പാനപാത്രം കുടിക്കുവാനുള്ള ആ ഒരു സന്നദ്ധത നമ്മൾക്ക് ഉണ്ടാകണം. അവനേറ്റ സ്നാനം, ഒരു മതത്തിൻ്റെ, ഞാൻ ഒന്നുകൂടെ എടുത്തെടുത്ത് പറയുകയാണ്, ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇന്ന തരത്തിലുള്ള സ്നാനമാണ്, ഇന്ന പ്രകാരമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഏത് സഭകളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും അവർക്ക് അത് തോന്നേണ്ട ആവശ്യമില്ല. സ്നാനം ഏറ്റ അടയാളം അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈലൊന്നുമല്ല ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ കണക്കാക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ ഏറ്റ സ്നാനം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കുമ്പോൾ, ആ ഒരു സ്നാനം ഏത് വയസ്സിലാണ് ഏറ്റത്, ഏത് പ്രകാരമാണ് ഏറ്റത്, ഏത് നിന്നാണ് ഏറ്റത് എന്നുള്ളതൊന്നും ദൈവം നോക്കത്തില്ല എന്നുള്ളത് ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജിൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ ഒരു ചെറിയ ദൈവത്തിൻ്റെ വചനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ദൈവ രാജ്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നിത്യത അവകാശമാക്കുവാനുള്ള ഒരു നിയമമാണ്. ഈ ഒരു നിയമം നമ്മൾക്ക് ഒരു തരത്തിലും വെറുതെ കിട്ടാവുന്നതല്ല. ന്യായപ്രമാണം അനുസരിച്ചും അവൻ്റെ പാനപാത്രത്തിൽ പങ്കുചേർന്നും അവൻ്റെ ക്രൂശ് വഹിച്ചും, ഓരോരുത്തരും അവനവൻ്റെ ക്രൂശ് വഹിച്ചും അവനേറ്റ സ്നാനം ഏറ്റും ബാക്കി നമ്മൾക്ക് കിട്ടാത്ത നീതി യേശുവിൻ്റെ വിശ്വാസത്താൽ നമ്മൾക്ക് നേടിയെടുത്തും എല്ലാവർക്കും പ്രാപ്യമാകണം എന്നതാണ് യേശുവിൻ്റെ ആഗ്രഹം. ഇതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത്, അത് ആർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഒരുങ്ങിയിരിക്കുന്നവരായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ചേരുവാൻ കഴിയണം. So come fall in love with Jesus and fall in love with the word of God.